അപ്പോൾ നമ്മളെ പഠിപ്പിക്കാനൊന്നും വരണ്ട ആരും. അനുഭവങ്ങളെ കൊണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങൾ അഭ്രപാളികളിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അത് എന്തിനാണ് ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത്? അദ്ദേഹം ചോദിച്ച രീതിയിൽ മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. ആക്ച്വലി സർക്കാരിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടാണ് ഞാൻ ചെന്നിട്ടുള്ളത്. അത് സംഗീത അക്കാദമിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അക്കാദമിയുടെ വൈസ് ചെയർമാനാണ് ഞാൻ. ആ നിലയ്ക്കാണ് ഞാൻ അവിടെ ചെന്നിട്ടുള്ളത്. അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ സമാപന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെയും, അതായത് ഓഗസ്റ്റ് 2-ൻ്റെയും ഓഗസ്റ്റ് 3-ലെയും മുഴുവൻ കോൺക്ലേവിലും പങ്കെടുത്തിട്ടുണ്ട്. സമാപനത്തിലിരിക്കുമ്പോഴാണ് അടൂർ സാറിൻ്റെ ആ ഒരു പരാമർശം ഉണ്ടായത്. 1.5 കോടി രൂപ 3 പേർക്കായിട്ട് 50 ലക്ഷം വെച്ച് കൊടുത്താൽ പോരെ, എന്തിനാണ് ഒരാൾക്കായിട്ടത് കൊടുക്കുന്നത്? പിന്നെ ദളിത് SC/ST വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് SC/ST വിഭാഗങ്ങളിലെ സ്ത്രീകൾക്കായാലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ള രീതിയിലായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അപ്പോൾ അതിനെതിരെ എനിക്ക് പ്രതികരിക്കാൻ തോന്നിയത്, ഞാൻ അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു ഗായിക ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പരാമർശം അരികുവൽക്കരിക്കപ്പെട്ടുള്ള ഒരു സമൂഹത്തിനെ മോശമായിട്ട് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാനത് അപ്പോൾ തന്നെ അത് പ്രതികരിച്ചത്. പ്രത്യേകിച്ച് അത് നിയമസഭാ മന്ദിരമാണ്, അധികാര കേന്ദ്രം. അതായത് ഒരു കേരള സ്റ്റേറ്റിൻ്റെ അധികാര കേന്ദ്രമാണത്. ആ കേന്ദ്ര സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം അത് പറയുമ്പോൾ അതേ ആത്മവിശ്വാസത്തിൽ തിരിച്ച് അതിനൊരു മറുപടി കൊടുത്തതാണ്. അതിന് മറുപടി കൊടുക്കാൻ എനിക്ക് അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്കുമുണ്ട്. ഞാനൊരു ഇന്ത്യൻ പൗരയാണ്. അതാണ് എനിക്കങ്ങനെ പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ അതേപോലെ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് മറുപടി അർഹിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടല്ലേ അത് അദ്ദേഹത്തിൽ ഒതുങ്ങിയില്ല. ഈ പറഞ്ഞ പോലെ കേരളക്കാരെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കി. അതിനുള്ള അവസരം അദ്ദേഹം തന്നെ ഉണ്ടാക്കി. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അവർ നിരാലംബരായിട്ടുള്ള മനുഷ്യരാണ്. അവർക്ക് സിനിമാ മോഹങ്ങളുണ്ട്, അവർക്ക് നല്ല ഭാവനകളുണ്ട്, അവർ നന്നായി പഠിച്ചു വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ഒരു വേദി സിനിമാ ലോകത്തിൽ സിനിമയുടെ മുഖ്യധാരയിൽ അവർക്കൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ വൽക്കരിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരുടെ ഭാവനകൾ അവരുടെ ക്യാമറ കണ്ണിൽ കൂടി കണ്ടാലല്ലേ അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതുവരെ ഈ പറഞ്ഞ പോലെ ആര്യൻ പോലുള്ള സിനിമകളൊക്കെ കണ്ട് കൈയടിച്ച മനുഷ്യരല്ലേ. അടിത്തട്ട് മനുഷ്യരുടെ ഡയലോഗ്സ് എന്താണെന്നുള്ളത് അവരും കൂടെ അറിയട്ടെന്നേ. വിഷമം തോന്നി. കാരണം തീർച്ചയായിട്ടും വിഷമം തോന്നുമല്ലോ. എന്താണ് ഇവരെ ഇങ്ങനെ മനസ്സിലാക്കാതെ, ആ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ കൈയടിക്കുന്നത്? തലയിൽ പിന്നെ തലച്ചോറ് തന്നെയല്ലേ ഇവർക്കുള്ളത്. ചിന്തിക്കാൻ ശേഷിയുള്ള എന്താ പറയുക, ആളുകൾക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. എന്നെ പോലുള്ള ആളുകൾക്ക് അത് ഹർട്ടായി. അതുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ആ വ്യക്തത ഞാൻ പറയട്ടെ. അതായത് ഇവിടെ സിനിമകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ ട്രെയിനിങ് കിട്ടിയിട്ടാണോ? ഡോക്ടർ ബിജു 15ഓളം സിനിമകൾ അന്തർദേശീയമായിട്ടുള്ള പുരസ്കാരങ്ങളും ദേശീയ അവാർഡുകളെല്ലാം നേടിയെടുത്തത് ഇതുപോലെ ട്രെയിനിങ് കിട്ടിയിട്ടാണോ എന്നാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. ആണോ? അപ്പോൾ നമ്മളെ പഠിപ്പിക്കാനൊന്നും വരണ്ട ആരും. നമ്മുടെ ജീവിതം കൊണ്ട് ഒരുപാട് പഠിച്ചവരാ. അനുഭവങ്ങളെ കൊണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങൾ അഭ്രപാളികളിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അത് എന്തിനാണ് ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത്? അദ്ദേഹത്തിന് വേണമെങ്കിൽ അറിഞ്ഞാൽ മതി. എൻ്റെ പാട്ടുകൾ അറിയുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. അതല്ലേ നല്ലത്? അതൊന്നും അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമില്ല. അതൊന്നും തീരുമാനിക്കാൻ ഇവിടെ സർക്കാരുണ്ട്. സർക്കാർ ഒരു പോളിസി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ സർക്കാരിന് അറിയാം. അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോവും. അത് സർക്കാർ തീരുമാനിച്ച് സർക്കാരിൻ്റെ വഴിക്ക് അങ്ങ് പോവും. അതാണ്.